ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഗെയ്സ്, നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോണത് ഇങ്ങനെ ഇപ്പം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ ഒരു പ്രോബ്ലം പലർക്കും വരുന്നുണ്ട്. ഓക്കെ, എനിക്കും വന്നിട്ടുണ്ട്. അപ്പം ഞാനൊരു സിമ്പിൾ ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തത്. ഓക്കെ, ഞാൻ മൾട്ടിപ്പിൾ ഫോട്ടോ അപ്ലോഡ് ചെയ്തപ്പോഴാണ് ഈ ഒരു പ്രോബ്ലം വന്നത്. ഓക്കെ, ഫോട്ടോ കാനോട്ട് ബി പോസ്റ്റഡ് എന്നാണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, അതിലൊരു അത് ക്യാൻസൽ ചെയ്യാനേ പറ്റത്തുള്ളൂ, അത് നമുക്ക് പിന്നീടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോബ്ലം എങ്ങനെ ഫിക്സ് ചെയ്യാമെന്നാണ് നോക്കാൻ പോണത്. ഓക്കെ, ഒരു സിമ്പിൾ ട്രിക്കാണ് ഞാൻ ഉപയോഗിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ടും നിങ്ങൾക്ക് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ വേറൊരു സംഭവം കൂടിയുണ്ട്, ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായി വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ഒരു ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ഗെയ്സ്, അതിന് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് ഈ ഒരു ഇൻസ്റ്റാഗ്രാമിന് അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ നോക്കുക. ഓക്കെ, അപ്പോൾ പ്ലേ സ്റ്റോർ എടുത്തിട്ട് അതിൽ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാഗ്രാം സെർച്ച് ചെയ്യുമ്പോൾ അവിടെ വരുമല്ലോ. അപ്പോൾ അതിൽ അപ്ഡേറ്റ് എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ ഗെയ്സ്, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. എന്നിട്ട് ആ ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് അവിടെ ആപ്പ് ഇൻഫോ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാമല്ലോ, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് കിട്ടും. അതിൽ സ്റ്റോറേജ് എന്ന് കാണാൻ പറ്റും. ഓക്കെ, ആ ഒരു സ്റ്റോറേജ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് സംഭവം കാണാം. അപ്പോൾ ഏറ്റവും ലാസ്റ്റത്തെ ആ ഒരു സംഭവം നമുക്ക് ക്ലീൻ ചെയ്യണം. അതിന് ഏറ്റവും താഴെയായിട്ട് ക്ലിയർ ഡാറ്റ എന്നുണ്ടാവും. അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ എടുക്കുക. ഓക്കെ, അത് ക്ലിയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ആ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് നോക്കുക. ഈ ഒരു ഓപ്ഷൻ ക്ലീൻ ചെയ്തപ്പോഴാണ് എനിക്ക് ഈ ഒരു ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഉള്ള ഈ ഒരു പ്രോബ്ലം ഫിക്സ് ആയത്. ഓക്കെ, ഇത് ക്ലീൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു പ്രോബ്ലം ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ആ ഒരു ഏത് അക്കൗണ്ടിൽ അപ്ലോഡ് ചെയ്യുമ്പോഴാണ് ആ ഒരു പ്രോബ്ലം, ആ ഒരു അക്കൗണ്ട് എടുക്കുക. ഓക്കെ, ആ മുകളിലായിട്ട് കാണുന്ന ആ ഒരു 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ സെറ്റിങ്സ് എന്ന് കാണാൻ പറ്റും. ആ ഒരു സെറ്റിങ്സ് എടുക്കുക. ഓക്കെ, ആ ഒരു സെറ്റിങ്സ് എടുത്തിട്ട് അവിടെ ഹെൽപ്പ് എന്ന് കാണാൻ പറ്റും, ആ ഒരു താഴെയായിട്ട്. അപ്പോൾ ആ ഒരു ഹെൽപ്പ് എടുത്തിട്ട് അതിൽ റിപ്പോർട്ട് എ പ്രോബ്ലം എന്നുണ്ട്, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലും ഏറ്റവും താഴെയായിട്ട് റിപ്പോർട്ട് എ പ്രോബ്ലം എന്നുണ്ട്, ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് കിട്ടും. ഓക്കെ ഗെയ്സ്, നമ്മളിതിൽ ആ ഗാലറിയിൽ പോയിട്ട് ആ ഒരു പ്രോബ്ലത്തിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചില്ലേ നേരത്തെ, അപ്പോൾ അത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ ഗെയ്സ്, ഫോട്ടോ അപ്ലോഡ് ചെയ്താൽ അതിൻ്റെ മുകളിലായിട്ട് ടെസ്റ്റ് ചെയ്യാനുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അവിടെ ഇതിൻ്റെ ഈ ഒരു പ്രോബ്ലത്തിൻ്റെ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുക, ഇൻസ്റ്റാഗ്രാമിൻ്റെ അവർക്ക് മനസ്സിലാവുന്ന ആ ഒരു രീതിക്ക്. ഓക്കെ, ഞാനത് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കോപ്പി ആയിട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്യുവാണ്. നിങ്ങൾക്കിത് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങളിത് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾ ചെയ്ത ശേഷം ആ ഒരു സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് ആ ഒരു പ്രോബ്ലം സബ്മിറ്റ് ആവും. ഒരു 2 ആഴ്ച കൊണ്ടെങ്കിലും നിങ്ങളുടെ ഈ ഒരു പ്രോബ്ലം ഇവർ സോൾവ് ചെയ്യും. ഓക്കെ ഗെയ്സ്, വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. ഈ ഒരു ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.